ഫ്രീഡം വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പഴയ ഹിന്ദുപരമായ 10 ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, കൈലാസനാഥ ടെമ്പിൾ. ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തുള്ള പല്ലവ കാലഘട്ടത്തിലെ ഒരു ചരിത്ര പ്രസിദ്ധമായ ഹിന്ദു ക്ഷേത്രമാണിത്. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഇത് കാഞ്ചീപുരത്തെ അവശേഷിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന സ്മാരകങ്ങളിൽ ഒന്നാണ്. ഇത് ദ്രാവിഡ വാസ്തുവിദ്യയെ പ്രതിഫലിപ്പിക്കുന്നു. ഇത് AD 700 നരസിംഹവർമ്മൻ രണ്ടാമൻ നിർമ്മിച്ചതാണ്. നമ്പർ 9, ഷോർ ടെമ്പിൾ. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തേക്ക് അഭിമുഖമായി നിൽക്കുന്ന ക്ഷേത്രങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും ഒരു സമുച്ചയമാണ് ഷോർ ടെമ്പിൾ. ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ തെക്ക് മഹാബലിപുരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. AD 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതും ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ കൊണ്ട് നിർമ്മിച്ചതുമായ ഒരു ഘടനാപരമായ ക്ഷേത്രമാണിത്. നമ്പർ 8, ലിംഗരാജ ടെമ്പിൾ. ഇത് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ഇന്ത്യയിലെ ഒഡീഷ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ഭുവനേശ്വരിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശിവന്റെ പത്നിയും ക്ഷേത്രത്തിന്റെ അധിപതിയായ പാർവതിയും അന്നപൂർണ അല്ലെങ്കിൽ ഗിരിജ എന്നറിയപ്പെടുന്നു. ഭുവനേശ്വരിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ലിംഗരാജ ക്ഷേത്രം. നമ്പർ 7, ബദാമി കേവ്സ്. ഇന്ത്യയിലെ കർണാടകയുടെ വടക്കൻ ഭാഗത്തുള്ള ബാഗൽകോട്ട് ജില്ലയിലെ ഒരു പട്ടണമായ ബദാമിയിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധ, ഹിന്ദു, ജൈന ഗുഹാക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയമാണ് ബദാമി ഗുഹാക്ഷേത്രങ്ങൾ. ഇന്ത്യൻ പാറയിൽ കൊത്തിയ വാസ്തുവിദ്യയുടെ, പ്രത്യേകിച്ച് ബദാമി ചാലൂക്യ വാസ്തുവിദ്യയുടെ പ്രധാന ഉദാഹരണങ്ങളാണ് ഈ ഗുഹകൾ. നമ്പർ 6, ചാലൂക്യ ശിവ ടെമ്പിൾ. ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തെ ഐഹോളയിലെ സ്മാരകങ്ങളുടെ കൂട്ടത്തിലാണ് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ചാലൂക്യ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദുർഗാക്ഷേത്രമായ ഐഹോളിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പുരാതന കാലത്തെ തടി മാതൃകകൾ പിന്തുടരുന്നതിന്റെ വ്യക്തമായ ലക്ഷണങ്ങൾ ക്ഷേത്രത്തിൽ കാണാം. നമ്പർ 5, ദക്ഷേശ്വർ ടെമ്പിൾ. ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാരിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെ കാങ്കൽ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഇത്. സതിയുടെ പിതാവായ ദക്ഷ പ്രജാപതി രാജാവിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഹിന്ദു പുരാണങ്ങളിൽ പ്രത്യുൽപാദനത്തിന് നേതൃത്വം നൽകുന്നതും ജീവന്റെ സംരക്ഷകനുമായ 14 പ്രജാപതികളിൽ ഒരാളാണ് ദക്ഷൻ. നമ്പർ 4, ബ്രഹ്മ ടെമ്പിൾ. ഇന്ത്യൻ സംസ്ഥാനമായ രാജസ്ഥാനിലെ പുഷ്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഇത്. ഹിന്ദു സൃഷ്ടാവായ ബ്രഹ്മാവിന് സമർപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇന്നും നിലനിൽക്കുന്നു. ക്ഷേത്രത്തിന്റെ ഘടന AD 14-ാം നൂറ്റാണ്ടിലാണ്. മാർബിൾ കല്ല് സ്ലാബുകൾ കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. നമ്പർ 3, കാശി വിശ്വനാഥ്. കാശി വിശ്വനാഥ ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ വാരണാസിയിലെ വിശ്വനാഥ ഗാലിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ്. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പ്രപഞ്ചനാഥൻ എന്നർത്ഥം വരുന്ന വിശ്വനാഥൻ, വിശ്വേശ്വര എന്നീ പേരുകളിലും പ്രധാന ദേവത അറിയപ്പെടുന്നു. നമ്പർ 2, മുണ്ടേശ്വരി ദേവി. ഇന്ത്യൻ സംസ്ഥാനമായ ബീഹാറിലെ ഭോജ്പുരി മേഖലയിലെ സോൺ നദിക്കടുത്തുള്ള കൈമൂർ പീഠഭൂമിയിലെ മുണ്ടേശ്വരി കുന്നുകളിൽ 68 അടി ഉയരത്തിൽ രാംഖണ്ഡ് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഇത്. 1915 മുതൽ ഇത് പുരാവസ്തു സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത സ്മാരകമാണ്. ദുർഗാദേവിയുടെയും ശിവന്റെയും ആരാധനയ്ക്കായി ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നു. നമ്പർ 1, പത്മനാഭസ്വാമി ടെമ്പിൾ. ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഇത്. ശ്രീ വൈഷ്ണവ പാരമ്പര്യത്തിന്റെ വിഷ്ണുവിന്റെ ഏറ്റവും പവിത്രമായ വാസസ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണിത്. ഈ ക്ഷേത്രം സ്മാർത്ത പാരമ്പര്യത്തിന് ഒരു പ്രധാന പുണ്യസ്ഥലമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.